കൈവിട്ടുപോകുമെന്ന് കരുതിയ മത്സരം തിരിച്ചുപിടിച്ച് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബിനെതിരെ വിജയം കൊയ്തിരിക്കുകയാണ്. പഞ്ചാബ് കിങ്സിനെതിരെ 3 വിക്കറ്റിനാണ് സഞ്ജുവിന്റെയും സംഘത്തിന്റെയും വിജയം. പഞ്ചാബ് ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 19.5 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു. എന്തായാലും സീസണിലെ 5ാം വിജയത്തോടെ രാജസ്ഥാന് 10 പോയിന്റായി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യാനിറങ്ങിയ പഞ്ചാബിന്റെ പ്രധാന ബാറ്റ്സ്മാൻമാരെല്ലാം നിരാശപ്പെടുത്തുകയായിരുന്നു. രാജസ്ഥാൻ ബൗളർമാർ അച്ചടക്കത്തോടുകൂടിയാണ് പന്തെറിഞ്ഞത്. പഞ്ചാബ് താരങ്ങളെ പൂട്ടുകയായിരുന്നു ലക്ഷ്യം. അത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ ഫലപ്രദമായി നടക്കുകയും ചെയ്തു. പഞ്ചാബ് 130 റൺസിനുള്ളിൽ ഒതുങ്ങുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അശുതോഷ് ശർമ്മയുടെ പ്രകടനമാണ് പഞ്ചാബിനെ 147 എത്തിച്ചത്. എന്നാൽ അശുതോഷിനെ പുറത്താക്കാനുള്ള ഒരു അവസരം രാജസ്ഥാന് ലഭിച്ചെങ്കിലും നായകൻ സഞ്ജു സാംസണിന്റെ പിഴവിൽ വിക്കറ്റ് അവസരം നഷ്ടമാവുകയായിരുന്നു. 18ാം ഓവറിലെ 2ാമത്തെ പന്തിലായിരുന്നു നാടകീയമായ സംഭവം. ആവേശ് ഖാന്റെ ഓവറിലെ 2ാം പന്തിൽ ഷോർട്ട് ബോൾ എറിയുകയായിരുന്നു. ആക്രമിക്കാൻ ഒരുങ്ങി നിന്ന് അശുതോഷ് രണ്ടാമതൊന്നും ആലോചിക്കാതെ പുൾ ഷോട്ടിന് ശ്രമിച്ചു. എന്നാൽ ടൈമിംഗ് പിഴച്ച് പന്ത് വായുവിൽ ഉയർന്നു പൊങ്ങി. ആവേശ് ഖാന് അനായാസമായി എടുക്കാവുന്ന ഒരു ക്യാച്ചായിരുന്നു അത്. എന്നാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് ക്യാച്ചിനായി അനാവശ്യമായി സഞ്ജു ഓടിയെത്തി. സഞ്ജുവുമായി ആവേശ് ചെറുതായി കൂട്ടിയിടിച്ചതോടെ പന്ത് കയ്യിലൊതുക്കുവാൻ ഇരുവർക്കും സാധിച്ചതുമില്ല. എന്നാൽ സഞ്ജു അനാവശ്യമായി ഇടപെട്ടതോടുകൂടിയാണ് ക്യാച്ച് നഷ്ടമായത്. ആദ്യം നിരാശയോടെ അത് എന്റെ ക്യാച്ചാണെന്ന് ആവേശ് ഖാൻ സഞ്ജുവിനോട് പറഞ്ഞു. എന്നാൽ കോൾ ചെയ്യാത്തത് എന്തേ എന്നാണ് സഞ്ജു ചോദിച്ചത്. നായകൻ എന്ന നിലയിൽ സഞ്ജുവിനെ ബഹുമാനിക്കുന്നതിനാൽ ആവേശ് ദേഷ്യമടക്കി നിരാശയോടെ ചിരിച്ച് അടുത്ത പന്തെറിയുവാൻ പോവുകയായിരുന്നു. എന്നാൽ വിലപ്പെട്ട വിക്കറ്റാണ് വിട്ടുകളഞ്ഞതെന്ന് തൊട്ടടുത്ത പന്തിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തു. ഡെത്ത് ഓവറിൽ അശുതോഷിന്റെ വിക്കറ്റ് വളരെ വിലപ്പെട്ടതായിരുന്നു. 3ാമത്തെ പന്തിൽ ആവേശിന് സിക്സർ പറത്തിയാണ് അശുതോഷ് പ്രതികാരം വീട്ടിയത്. 4ാം പന്തിൽ 2 റൺസ് എടുത്ത അശുതോഷ് 5ാം പന്തിൽ വീണ്ടും സിക്സർ പായിച്ചു. 9 റൺസിൽ അശുതോഷിനെ പുറത്താക്കാനുള്ള അവസരമാണ് സഞ്ജുവിന്റെ ഇടപെടൽ മൂലം നഷ്ടമായത്. ഇത് മുതലാക്കി കളിച്ച താരം നിർണായകമായ 31 റൺസോടുകൂടിയാണ് പുറത്താവാതെ നിന്നത്. അശുതോഷ് 9 റൺസിൽ മടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 130-നുള്ളിലേക്ക് പഞ്ചാബ് ഒതുങ്ങുമായിരുന്നു. മാത്രമല്ല ലിയാം ലിവിങ്സ്റ്റനെ ഗോൾഡൻ ഡക്കാനുള്ള അവസരവും സഞ്ജു നഷ്ടപ്പെടുത്തി. കുൽദീപ് സെന്നിന്റെ പന്തിൽ എഡ്ജായി എത്തിയ പന്തിനെ കയ്യിലൊതുക്കുവാൻ സഞ്ജുവിനായില്ല. പിടിച്ചെടുക്കുവാൻ പ്രയാസമുള്ള ക്യാച്ചായിരുന്നെങ്കിലും സഞ്ജുവിനെ പോലൊരു മികച്ച കീപ്പർ അത് പിടിക്കേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യം തുണച്ചില്ല. എന്നാൽ തകർപ്പനായി ലിവിങ്സ്റ്റനെ റണ്ണൌട്ട് ആക്കുവാൻ സഞ്ജുവിനായി. വിക്കറ്റിന് പിന്നിൽ സഞ്ജു മികച്ച പ്രകടനം നടത്തിയെങ്കിലും ചില വിലപ്പെട്ട പിഴവുകളും സംഭവിച്ചു എന്നതാണ് വസ്തുത. പക്ഷേ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ നീക്കങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു. പഞ്ചാബിനെ പൂട്ടിക്കെട്ടിയതിൽ ബൗളർമാർക്കൊപ്പം സഞ്ജുവിന്റെ നായക മികവും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്.